സിദ്ദീഖിന്റെ ഈമാനിന് മാർക്കിടേണ്ട ദിവസമാണ് മിഅ്റാജ്. മിഅ്റാജിന്റെ മാസമാണ് റജബ് എന്ന് പറയുന്നത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന് പേര് കിട്ടിയത് മിഅ്റാജിനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് നാളെ നേരം വെളുക്കുമ്പോ എന്തായാലും രാജിവെക്കുമെന്ന് മക്കയിലെ ഖുറൈശികൾ ഉറപ്പിച്ച ദിവസമായിരുന്നു മിഅ്റാജിന്റെ പിറ്റേ ദിവസം. ഇന്ന് രാവിലെ എന്തായാലും രാജ്യം ഉണ്ടാവും എന്നുറപ്പായിരുന്നു. കാരണം ആയാതി വർത്താനാ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുനിന്ന് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് 40 ദിവസത്തോളം കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ എത്താറുള്ള ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അരികിലേക്ക് സിദ്റത്തുൽ മുൻതാ എന്ന അതിർത്തിയിലെ എലന്ത മരവും കടന്ന് ബഹറുന്നൂർ എന്ന പ്രകാശത്തിന്റെ താഴ്വാരവും കടന്ന് അള്ളാഹുവിന്റെ അർശിങ്കൽ ചെന്ന് മുനാജാത്ത് നടത്തി പോയ വഴിയിലൂടെ തിരിച്ചു വന്ന് നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന പായയിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ വിശ്വാസം കുറഞ്ഞ ആളുകൾ സദസ്സിലുണ്ടായിരുന്നു. അവർ മെല്ലെ എഴുന്നേറ്റ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, ഇന്ന് രാവിലെ പറഞ്ഞ വർത്താനം ഇജ് കേട്ടോന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഞാൻ കേട്ടിട്ടില്ല പറഞ്ഞു. എന്നാ അതാ കേക്കണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി ഉറങ്ങണോടത്ത് ഞാൻ നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് 7 ആകാശങ്ങളിലേക്കും പോയി. അതിൻ്റെ ഇടക്ക് മൂസാ നബിനെ കണ്ടു. 9 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ വഴിയിലൂടെ നടന്ന് നേരം പുലർന്നപ്പോഴേക്ക് പായയിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കാണ്ടായിരുന്നത്. ഇതിന്റെ നബി പറഞ്ഞ തന്നെയാണോ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതന്നെയാണ് എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, എന്നാൽ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് ഇഷ്ഖ് എന്ന് പറഞ്ഞത്. അത് ഈമാന്റെ അടിസ്ഥാനമാണ്. അത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജബലുന്നൂർ പർവ്വതത്തിൽ വെച്ചുകൊണ്ട് വഹയിറങ്ങിയിട്ട് നേരെ വന്നത് ഖദീജ ബീവിയുടെ അടുക്കലേക്കാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈമാൻ കൊണ്ടു. പിന്നീട് ഒരിക്കൽ ഖദീജ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെയും 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നബുവത്ത് കിട്ടണേൻ്റെ 5 കൊല്ലം മുമ്പ് തന്നെ നിങ്ങൾ നബിയാന്ന് എനിക്കറിയായിരുന്നു എന്ന് മഹദിയായ സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ. എന്താ കാരണം? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വകയിലെ ആങ്ങളയാണ് വറഖത്ത് ബിൻ നൗഫൽ. ഖദീജ ബീവിന്റെ വാപ്പയും വറഖത്ത് ബിൻ നൗഫലിന്റെ വാപ്പയും ജ്യേഷ്ഠനും അനുജനുമാണ്. അതുകൊണ്ട് ഖദീജ ബീവിയും വറഖത്ത് ബിൻ നൗഫലും എളാപ്പ മൂത്താപ്പ മക്കളിലെ ആങ്ങളയും പെങ്ങളുമായിരുന്നു. ഒരു ദിവസം വറഖത്ത് ബിൻ നൗഫലും ഖദീജ ബീവിയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വറഖത്ത് ബിൻ നൗഫൽ ഖദീജയോട് പറഞ്ഞു, അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലാണ് വരിക. ലക്ഷണങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ ജനിച്ചതായി മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് സമ്പത്തുണ്ട്. ഖദീജ ബീവിക്ക് സൗകര്യങ്ങളുണ്ട്. സമ്പത്തും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി മക്കയിൽ നബിയാവാൻ പറ്റിയ ആൾ ആരാണുള്ളത് എന്ന അന്വേഷണത്തിന് ആളെ ഏർപ്പാട് ചെയ്തു. മക്കത്തെ ഓരോ ആൾക്കാരിങ്ങനെ പഠിച്ചു. അബൂജാഹിൽ ലഅനത്തുല്ലാഹി അലൈഹി പഠിച്ചു നോക്കിയപ്പോ മനസ്സിലായി നബിയാകാൻ പറ്റൂല എന്ന് മനസ്സിലായി. അബൂ സുഫിയാനെ പറ്റി പഠിച്ചു നോക്കുമ്പോ മനസ്സിലായി നബിയാകാൻ പറ്റൂല. അങ്ങനെ മക്കത്തെ ഓരോരുത്തരും പഠിച്ചപ്പോൾ മനസ്സിലായി നാട്ടിൽ നബിയാകാൻ പറ്റുന്നത് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മകനായ മുഹമ്മദ് മാത്രമാണ് ഈ നാട്ടിൽ നബിയാകാനുള്ളത് എന്ന് മനസ്സിലായി. അതിന് പറ്റിയ ഒരാളെ ഉള്ളൂ.
ഇനി അതൊന്ന് ഉറപ്പിക്കണം എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ ഒരു ദിവസം വഴിയിൽ നിന്ന് അബൂ താലിബിനെ കണ്ടു, നബി തങ്ങളുടെ മൂത്താപ്പാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബിനോട് പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് ആൾക്കാരെ പറഞ്ഞയക്കുന്നുണ്ട്, നിങ്ങളെ അനുജൻ അബ്ദുള്ളാന്റെ മകൻ മുഹമ്മദിനെ പറഞ്ഞയച്ചു തരികയാണെങ്കിൽ 2 ആണിന്റെ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു. ആണിന് വേറെ കൂലിയും പെണ്ണിന് വേറെ കൂലിയുമാണ് അക്കാലത്ത് കൊടുക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് 2 ആണുങ്ങളെ കൂലി കൊടുക്കാം എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന അബൂ താലിബ് പറഞ്ഞു, മോനെ മുഹമ്മദേ, ഞാനിങ്ങനെ പോരുമ്പോ ഖദീജാനെ കണ്ടിരുന്നു, കച്ചവടത്തിന് ആൾക്കാരെ പറഞ്ഞേക്കുന്നുണ്ട്, അനക്ക് വെയ്ക്കെങ്കിൽ അന്നെ പറഞ്ഞേക്കാന്ന് പറയുന്നുണ്ട്, വെയ്ക്കെങ്കിൽ പോയി നോക്ക് പറഞ്ഞു. അങ്ങനെ പോയി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കച്ചവടത്തിന് നബി തങ്ങളെ പറഞ്ഞയച്ചു. കച്ചവടത്തിന് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ കച്ചവടത്തിനല്ല, വെറുതെ പറഞ്ഞേക്കാണ്, മാനേജറാണ്. കച്ചവടത്തിന് എന്നും പോണ ആൾക്കാരുണ്ട്, കച്ചവടത്തിന് സ്ഥിരം പോണ ടീമുണ്ട്, അതിന്റെ മേലൊരു മാനേജറെ വെച്ചതാണ്. അതിന്റെ കൂടെ ഒരു അടിമയെയും ഏർപ്പാട് ചെയ്തു. മൈസറത്ത് എന്ന പേരായ ഒരു അടിമയെ ഏർപ്പാട് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കച്ചവടം ചെയ്യണ്ട, മേൽനോട്ടം നടത്തിയാൽ മതി. മൈസറത്തിനും കച്ചവടം ചെയ്യാനുള്ള ഡ്യൂട്ടി ഇല്ല, മേൽനോട്ടം നടത്തിയാൽ മതി. മൈസറത്തിന് ഒരു ഡ്യൂട്ടി ഏറെ കൊടുത്തിട്ടുണ്ട്. അതെന്താ ഡ്യൂട്ടി? യാത്രയിൽ വല്ല അത്ഭുതങ്ങളുമുണ്ടോ എന്ന് നിരീക്ഷിക്കലും അത് എഴുതി വെച്ച് വിവരം പറയലുമാണ് മൈസറത്തിന്റെ ഡ്യൂട്ടി. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. വഴിയിൽ അത്ഭുതങ്ങൾ മാത്രമാണുള്ളത്. മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുന്നു. വഴിവക്കിൽ വിശ്രമിക്കാനിരിക്കുമ്പോ പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതൻ വരുന്നു. ഈ മരച്ചോട്ടിലിരിക്കുന്നത് അവസാന പ്രവാചകനാണെന്ന് പറയുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു പഴയകാല വേദം പഠിച്ച പണ്ഡിതനെ കാണുന്നു. ഇത് അവസാന പ്രവാചകനാണെന്നും നിങ്ങൾ വേഗത്തിൽ നാട്ടിലേക്ക് മടങ്ങണമെന്നും പറയുന്നു. കച്ചവട സ്ഥലത്ത് എത്തിച്ചേരുമ്പോഴേക്ക് കച്ചവട വസ്തുക്കൾ മുഴുവനായും വിറ്റുതീരുന്നു. ആ വിൽപ്പനക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. സാധാരണയായി വിൽപ്പന ചരക്കുകളുടെ ഗുണമാണ് പറയാറുണ്ടായിരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനേജറായപ്പോ ഓരോ സാധനത്തിന്റെയും കുറവാണ് പറഞ്ഞത്. സാധാരണ ഇപ്പൊ ഈ സാധനം വിൽക്കുമ്പോ പറയാ ഇത് വിവോന്റെ ഫോണാണ്, നല്ല ഫോണാണ് എന്നാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്തപ്പോ പറഞ്ഞത് ഇതിന്റെ ഇവിടെ ഒരു അടപ്പുണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട് എന്നാണ്. കുഴപ്പമാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ആയാലും ചന്തയിൽ എത്തുന്നതിന്റെ മുമ്പ് സാധനം വിറ്റു തീർന്നു. കച്ചവടം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പച്ചക്കറി വാങ്ങിയാണ് പോരാ. മക്കക്കാർക്ക് വിവിധങ്ങളായ നാടുകളിൽ അക്കാലത്ത് കൃഷി ഉണ്ടായിരുന്നു. ആ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് പച്ചക്കറിയും വാങ്ങിയാണ് മക്കയിലേക്ക് മടങ്ങുക. അങ്ങനെ പച്ചക്കറികൾ വാങ്ങി മക്കയിലേക്ക് മടങ്ങി. മക്കയിൽ മടങ്ങിയെത്തുന്നതിന്റെ മുമ്പ് വഴിയിൽ നിന്ന് വാങ്ങിയ സാധനവും വിറ്റു തീർന്നു. വർദ്ധിച്ച ലാഭം ലഭിച്ചു. അതിനാൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതിന്റെയും ഇരട്ടി കൂലി കൊടുത്തു. ആദ്യം പറഞ്ഞതന്നെ ഇരട്ടിയാണ്, പിന്നെ കൊടുത്തത് അതിൻ്റെ ഇരട്ടിയാണ്. കൂലിയൊക്കെ കൊടുത്ത് കച്ചവട സംഘത്തൊക്കെ പെരേക്ക് പറഞ്ഞയച്ചതിന് ശേഷം മൈസറത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേലും അത്ഭുതം ഉണ്ടായോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത്ഭുതമാണ് ആകെ ഉണ്ടായത് പറഞ്ഞു. എല്ലാ അത്ഭുതങ്ങളും പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി തീരുമാനിച്ചു, ഇതന്നെയാണ് അവസാനത്തെ പ്രവാചകൻ. അതിനാൽ എൻ്റെ സമ്പത്തും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ആ മനുഷ്യന് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ചതാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള വിവാഹം നടക്കാനുണ്ടായ കാരണം. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 15 വർഷത്തിന് ശേഷം നുബുവത്ത് കിട്ടി. ആ നുബുവത്ത് കിട്ടാൻ വേണ്ടി നബി തങ്ങൾ ഇരുന്ന ജബലുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹ എന്ന് പറയുന്ന ഗുഹ ഖദീജ ബിയുടെ സെലക്ഷൻ ആയിരുന്നു. ഖദീജ ബിയോട് ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞതാണ്, ഖദീജ, എനിക്കൊന്ന് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അതിനുള്ള സ്ഥലം അന്വേഷിച്ചു. ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ കയറി അല്പം താഴേക്കിറങ്ങി ഹിറാ ഗുഹയിൽ ഇരുന്ന് കല്ലിൻ്റെ ഇടയിലൂടെ നേരെ നോക്കിയപ്പോൾ കഅബ കാണാനുണ്ട്. ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് തോന്നി. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ പോയി നോക്കി, അനുയോജ്യമാണെന്ന് മനസ്സിലായി.
നനച്ചീറിന്റെ കാട്ടങ്ങളുണ്ടായിരുന്നു. അടിച്ചു വൃത്തിയാക്കി കൊടുത്തിട്ട് ഗോതമ്പ് മാവും വെള്ളവും കാരക്കയും പച്ചവെള്ളവും കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോളിയായിരുന്നു. ഒരു മാസം, അടുത്ത വർഷം ഒരു മാസം കൂടി. അങ്ങനെ കൊല്ലം കൂട്ടിയാൽ 2 കൊല്ലം, മാസം കൂട്ടിയാൽ 2 മാസം. 2 വർഷത്തിൽ ഓരോ മാസങ്ങൾ വീതം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. ആ ആദ്യമായി വഹിയിറങ്ങുന്ന സ്ഥലം ഖദീജ ബിബി റളിയല്ലാഹു അൻഹ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. അങ്ങനെ വഹി ലഭിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബിയുടെ അടുത്തേക്ക് വന്നു. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒഴിഞ്ഞിരുന്നൊരിക്കൽ സംസാരിക്കുമ്പോൾ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബിയെ, നിങ്ങൾ അല്ലാഹു തആല നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈമാൻ. ശരിക്കും നുബുവത്തിനെയും റിസാലത്തിനെയും മനസ്സിലാക്കിയാൽ പോരാന്നാണ്. ഈമാൻ ഉറക്കണമെങ്കിൽ മുഹമ്മദിയത്തിനെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. നുബുവത്ത് വേറെയാണ്, റിസാലത്ത് വേറെയാണ്, മുഹമ്മദിയത്ത് വേറെ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്ത് എല്ലാവർക്കും മനസ്സിലാവും, റിസാലത്ത് എല്ലാവർക്കും വേഗം മനസ്സിലാകും. അതിൻ്റെ ഒരു 40 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു മുഹമ്മദീയത്തുണ്ട്. റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനമെന്ന് പറഞ്ഞാൽ പോരാ, റസൂലിന്റെ ജന്മദിനമെന്ന് പറഞ്ഞാൽ പോരാ. റബീഉൽ അവ്വൽ 12 മുഹമ്മദിന്റെ ജന്മദിനമാണ്. മുഹമ്മദായ ദിവസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈമാനുള്ളവന് റബീഉൽ അവ്വൽ 12 പറയുമ്പോൾ ഒരു ഉഷാറിട്ടു. അല്ലാത്തവൻ മുഹറം ഒരു 15 കഴിഞ്ഞാൽ തന്നെ മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നവനെ ഇലക്ട്രിക് പോസ്റ്റ് എഴുതിക്കും.